ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാകട്ടെ, അറിവുകൾ ഉണ്ടാകട്ടെ, തിരിച്ചറിവുകൾ ഉണ്ടാകട്ടെ, അനുഭൂതികൾ ഉണ്ടാകട്ടെ. ഇന്നലെ നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടു പോക്കിൽ ഉണ്ടാകേണ്ടുന്ന വിശുദ്ധിയുടെ വിലയിടലിനെ പറ്റി, മൂല്യത്തെ പറ്റിയാണ് നാം സംസാരിച്ചത്. നാം എന്നത് ഒരു മൃതവസ്തുവല്ലാത്ത ഒരു വ്യവസ്ഥയാകുമ്പോ, ചലനാത്മകമായ ഒരു വ്യവസ്ഥയാകുമ്പോ, ഒരു ജീവിത വ്യവസ്ഥയാകുമ്പോ അതിന് ഒരു മൃതവസ്തു എന്നതിലും അപ്പുറമുള്ള ഒട്ടേറെ സവിശേഷതകൾ വന്നു ചേരുന്നുണ്ട്. കേവല സവിശേഷതകൾക്കും അപ്പുറത്ത് വിശിഷ്ടതകളും വന്നു ചേരുന്നുണ്ട്. ആ വിശിഷ്ടതകളിൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം കേവല ഭൗതിക മാനങ്ങൾക്കും അപ്പുറത്ത് ജീവിതത്തിന്റെ സൗന്ദര്യവും ഭാവവും ധർമ്മവും എല്ലാം ഉൾക്കൊള്ളുന്നവരായി മാറുന്നത്. അതിനെയാണ് നമ്മൾ മൂല്യങ്ങളുണ്ട് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നാം ആത്മീയ ഭാവത്തിലുള്ളവരാണെന്നോ ആത്മീയരെന്നോ പറയുന്നത്. ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെയോ ഉണ്ടെന്ന് സങ്കല്പിച്ചു കൂട്ടി ആരൊക്കെയോ പറഞ്ഞു വെച്ച ഒരു പുസ്തകത്തിൽ വിശ്വസിച്ച് അതിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, അതിന്റെ പേരിൽ തമ്മിത്തല്ലുന്ന, അതിന്റെ പേരിൽ വിഭാഗീയതയുണ്ടാക്കുന്ന, അതിന്റെ പേരിൽ നമ്മളെ ചുരുക്കി വയ്ക്കുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ കേവല ശരീരത്തിനും അപ്പുറത്തേക്ക് നമ്മെ സ്പർശിച്ച് നിൽക്കുന്ന, നമ്മെ വിലയം ചെയ്യുന്ന, നമ്മിലൂടെ കടന്നു പോകുന്ന മറ്റെല്ലാ വ്യവസ്ഥകളോടും ഇഴുകി നിൽക്കാനും, അവയെ അറിയാനും, അവയെ പരിഗണിക്കാനും, അവയോടുള്ള ഇടപെടലിന് വിശിഷ്ടത കൊണ്ടുവരുവാനുമുള്ള നമ്മുടെ അറിവിനെയാണ്, കഴിവിനെയാണ്, സഹജഭാവത്തെയാണ്. അതാണ് ആത്മീയത. അതാണ് നമ്മിലെ ആത്മീയ ഭാവം. ഈ ആത്മീയ ഭാവം എന്നുള്ളത് മനസ്സിന്റെ ഒരു കരുതലാണെങ്കിൽ അത് ഒരു ഭാവനാത്മകമായി സൂക്ഷിച്ചു വെൽപ്പാണെങ്കിൽ ഭൗതികതയുടെ ഇടത്തുനിന്നും ഇതേപോലെ ഒരു പരിഗണന കൂടെ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ, നമ്മുടെ ധർമ്മങ്ങളെ നടപ്പിലാക്കുവാൻ ഉള്ള ആസൂത്രണ പ്രക്രിയയാണല്ലോ നമ്മുടെ മനസ്സ്. മനസ്സിന്റെ ഒരു പ്രധാന കളിയിടമാണ് ഭാവന. ഭാവനയുടെ രൂപത്തിലാണ് നാം നമുക്ക് ചുറ്റുമുള്ള പരാപരങ്ങളെ അറിയുന്നത്, അവയ്ക്കായി പൊരുത്തമാകുന്നത്, അവയ്ക്കായി കരുതി വയ്ക്കുന്നത്, അവയോട് സവിശേഷമായ രീതിയിൽ ഇടപെടുന്നത്. അതിനെ അത്തരത്തിൽ നാം അതിനായി കരുതി വെക്കുന്നതിനെ മൂല്യമെന്ന് പറയുന്നു. അത്തരത്തിൽ കരുതി വെക്കുന്നവനെ ആത്മീയൻ എന്ന് പറയുന്നുവെങ്കിൽ ഭാവനയ്ക്കും അപ്പുറത്ത് ഇതിനൊരു ഭൗതിക രൂപമുണ്ടല്ലോ, ഒരു ഭൗതിക ഭാവമുണ്ടല്ലോ ഈ ശരീരത്തിന്, ഈ ജീവിക്ക്. ശരീരം കൊണ്ട് നാം എങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവയുമായി പൊരുത്തമാകുന്നത്, അനുരൂപമാകുന്നത്, അവയെ പരിഗണനാത്മകമായി അറിയുന്നതും ഇടപെടുന്നതും? അവിടെ ആദ്യമേ ഉണ്ടാകേണ്ടത് വഴക്കമാണ്. ആ വഴക്കത്തിന്റെ പ്രയോഗത്തിൽ നിന്നുണ്ടാകുന്ന, അതിൽ നിന്നും ആർജിക്കുന്ന തഴക്കമാണ് നമുക്ക് ഭൗതികമായ ജ്ഞാനമുണ്ടാക്കുന്നത്.
അതിന് അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടുന്ന ഒരു യോഗ്യതയാണ് വസ്തുബോധം അല്ലെങ്കിൽ വസ്തുതാബോധം. വസ്തുബോധം അല്ലെങ്കിൽ വസ്തുതാബോധം എന്ന് പറയുമ്പോൾ വസ്തുബോധം എന്നതിന്റെ മറ്റൊരു പേരാണെന്ന് കരുതണ്ട. വസ്തുബോധവും വസ്തുതാബോധവും രണ്ടാണ്. പക്ഷെ നമുക്ക് ഓരോ ഇടങ്ങളിലാണ് അത് ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് മാത്രം. നാം ഇവിടെ ഇരിക്കുന്നു എന്നുള്ളപ്പോൾ ഒരു പരന്ന പ്രതലം നാം അതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റു വസ്തുക്കളുടെ ഇല്ലായ്കയാണ് നാം ഇരിക്കാനുള്ള ഒരു ഇടത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. നാം ഒരിടത്ത് ഇരിക്കുമ്പോൾ മറ്റൊന്നിനും അവിടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥാനാന്തരീയ നിയമം നമ്മളോട് പറയുന്നത്. അപ്പോ നാം ഇരിക്കുന്ന ഇടം മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവ ഉള്ളപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കില്ല, നമ്മൾ ഉള്ളപ്പോൾ മറ്റുള്ളവ ഉണ്ടാകില്ല. അപ്പോ ഒന്ന് അധികമായിരിക്കുമ്പോൾ മറ്റേത് ഋണമായിരിക്കും, കുറവായിരിക്കും. മറ്റൊന്ന് കുറവായിരിക്കുമ്പോഴാണ് നമുക്ക് അധികമായിരിക്കാൻ കഴിയുന്നത്. ഒന്ന് കൂടുമ്പോഴാണ് മറ്റൊന്ന് കുറയുക എന്ന രീതിയിൽ. പ്രപഞ്ചത്തില് ഒരു സമയത്ത് ഒരേ സ്ഥലത്ത് ഒന്നിലധികം വസ്തുക്കൾക്ക് ഒരേ രൂപത്തിൽ നിലകൊള്ളാൻ കഴിയില്ല എന്നൊരു നിയമമുണ്ട്. ഈ നിയമം അനുസരിച്ച് നമ്മുടെ ശരീരം ഒരിടത്ത് നിൽക്കുന്നുവെങ്കിൽ, ഒരിടത്ത് ഇരിക്കുന്നുവെങ്കിൽ അത് അതിന്റെ ചുറ്റുപാടുമായി പൊരുത്തമായിക്കൊണ്ട് മാത്രമേ കഴിയൂ. മറ്റൊരു വസ്തു ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ കയറി നമുക്കിരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വന്നത്. മറ്റൊരു വസ്തുവിന്റെ ഒരു കുഴി, മറ്റൊരു വസ്തു അവിടെ നിൽക്കുമ്പോൾ അതിനകത്തൊരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴിയിലേക്ക് നീങ്ങി ഒതുങ്ങി നമുക്കിരിക്കാൻ, ആ ഭാഗത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിയും. ഇതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഒട്ടേറെ ഭൗതിക വസ്തുക്കൾക്കിടയിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. ഇവയുമൊക്കെയായി നിരന്തരമായി പൊരുത്തമായിരിക്കാൻ, നിരന്തരമായി പൊരുത്തമായിരിക്കുക എന്ന് വെച്ചാൽ ഒരു ശിലയെ പോലെ അല്ലെങ്കിൽ ഒരു പ്ലഗ് ആൻഡ് സോക്കറ്റ് ബന്ധത്തിലെ പിന്നിനെ പോലെ എക്സ്റ്റെൻഡ് ചെയ്ത് മോൾഡ് ചെയ്യപ്പെട്ട് മൃതാവസ്ഥയിൽ ഇരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഏതൊരു വസ്തുവുണ്ടെങ്കിലും ഏതൊരു വസ്തുതയുണ്ടെങ്കിലും അവയോട് അവയുടെ സാന്നിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള വഴക്കം, അങ്ങനെ വഴങ്ങി വഴങ്ങി നമുക്കുണ്ടാകുന്ന തഴക്കം, ഇതുണ്ടാകുക എന്നുള്ളതാണ്. ശരീരത്തിന് അതിരിക്കുന്ന പരിസരത്തിനോട് അനുരൂപപ്പെട്ടിരിക്കാനുള്ള കഴിവിനെയാണ് നാം ഇവിടെ വഴക്കമെന്ന് പറയുന്നത്. ഇത് ശിക്ഷിതാവബോധമാണ്. ശിക്ഷിതാവബോധത്തിനും അകത്തുള്ള ഒരു ജ്ഞാന തലത്തെയാണ് നമ്മൾ സഹജാവബോധം എന്ന് പറയുന്നത്. അത് ഞാൻ മാത്രമായിരിക്കലാണ്, അവിടെ ഞാൻ എന്നല്ലാതെ മറ്റൊന്നുമില്ല. സഹജാവബോധത്തിന്റെ അടുത്ത തലമാണ് ശിക്ഷിതാവബോധം. ശിക്ഷിതാവബോധം എന്നുള്ളത് വഴക്കമാണ്. എന്റെ ശരീരത്തിന്, ഞാൻ ഇരിക്കുന്ന പ്രതലത്തിനും എന്റെ പരിസരത്തിനും അനുസരിച്ച് അനുരൂപപ്പെടുവാനുള്ള വഴക്കം അഥവാ ഫ്ലെക്സിബിലിറ്റിയാണത്. അങ്ങനെ വഴങ്ങിയിരിക്കുമ്പോഴാണ് എനിക്ക് കൂട്ടിമുട്ടലുകൾ ഇല്ലാതെ ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത്. പക്ഷെ അങ്ങനെ ഒരു വഴക്കം ഉണ്ടാകണമെങ്കിൽ എനിക്ക് അടിസ്ഥാനപരമായി വേണ്ടത് എന്താണ്? എന്റെ ചുറ്റും ഉള്ള ദ്രവ്യപ്രപഞ്ചം, ദ്രവ്യപ്രതലം എത്രയാണെന്നും എത്രത്തോളമാണെന്നും എങ്ങനെയൊക്കെയാണെന്നും ഉള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. ഇതിനെയാണ് വസ്തുബോധം, വസ്തുതാബോധം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുക്കളുടെ വിധാനത്തെ, വസ്തുക്കളുടെ ചലനത്തെ, യന്ത്രങ്ങളുടെ ചലനത്തെ, ജീവജാലങ്ങളുടെ ചലനത്തെ, അവയുടെ വിതരണത്തെ, അവയുടെ നിരന്തരമായ ഒഴുക്കിനെ നിങ്ങൾക്ക് അറിയാൻ കഴിയുമ്പോൾ, അതിനനുസരിച്ച് വഴങ്ങാൻ കഴിയുമ്പോൾ നിങ്ങൾ ഭൗതികമായി ആത്മീയരായി. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള എന്തെല്ലാമാണോ
അതൊരു വസ്തുവായിക്കോട്ടെ, ഒരു കത്തി ഒരിടത്തിരിക്കുന്നു, ആ കത്തിയുടെ അരികിലൂടെ വളരെ വേഗത്തിൽ കടന്നു പോകാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വഴക്കം വന്ന് ചേർന്നിട്ടുണ്ടാകും. അതൊക്കെ തന്നെയാണ് മാർഷ്യൽ ആർട്ടുകൾ, കളരിയിലും തായ്ച്ചിയിലും കുങ്ഫുവിലും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. അവിടെ ഒരു ഉപകരണമുണ്ടെങ്കിൽ ആ ഉപകരണത്തിനൊത്ത് ചലിക്കാനുള്ള, ആ ഉപകരണത്തിൽ തൊടാതെ സ്പർശിക്കാതെ എന്നാൽ അതിന്റെ ഭാഗമായി ചലിക്കാനുള്ള ഒരു വഴക്കവും അതിനനുസരിച്ചുള്ള ബോധത്തിന്റെ ഒരു വികാസവും അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ സംസാരിച്ച വടിത്തല്ലുകാരന് വടിയും മനസ്സാകണം എന്ന ആ ഒരു പ്രയോഗം തന്നെ വന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ചലനത്തിന് ചുറ്റുമുള്ള വസ്തുതകളോട് ചേർന്നിരിക്കാൻ കഴിയുമ്പോൾ, പൊരുത്തപ്പെട്ടിരിക്കാൻ കഴിയുമ്പോൾ, അതിനനുസരിച്ച് ചേർന്ന് ഇഴുകി വഴുകി ഒഴുകിപ്പോകുവാൻ കഴിയുമ്പോൾ, ജീവിതത്തിന്റെ ഡൈനാമിസത്തോട്, പരിസരത്തിന്റെ ഡൈനാമിസത്തോട് പൊരുത്തമായി നിൽക്കാൻ, ഒരു പ്രതിനില കൊള്ളാൻ, അനുരൂപപ്പെട്ടു നിൽക്കാൻ, അതിനെ ഇംപ്രവൈസ് ചെയ്യാൻ നമുക്ക് കഴിയുമ്പോൾ അപ്പോഴാണ് നാം ആത്മീയരാകുന്നത്, ഭൗതികമായി ആത്മീയരാകുന്നത്. അതിനു വേണ്ടത് എന്താണ്? വരണ്ട കുറെ നിയമങ്ങളും വരണ്ട കുറെ ചിത്രങ്ങളും വരണ്ട കുറെ കഥകളുമല്ല, പകരം നമ്മുടെ പരിസരം എപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള സമയാസമയത്തുള്ള ബോധ്യമാണ്, മനഃപൂർണതയാണ്. ഈ മനഃപൂർണതയുടെ, മൈൻഡ്ഫുൾനെസിന്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് വസ്തുതാബോധങ്ങൾ. ഈ വഴിക്ക് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവങ്ങളും തിരിച്ചറിവുകളും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സെഷന്റെ അവസാനം, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനം നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ അത് കുറിച്ചിടുക ഗ്രൂപ്പിൽ, അതിന് മറുപടി ഞാൻ തരാം. ഏവർക്കും അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വസ്തുതാബോധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന പ്രതലം മുതൽ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന വസ്തുവോ വസ്തുതയോ ജീവിയോ മനുഷ്യരോ ആരാണെങ്കിലും, നിങ്ങൾ നിൽക്കുന്ന ഇടം മുതൽ, നിങ്ങൾ നിൽക്കുന്ന സമയം മുതൽ നിങ്ങൾ എവിടെയായിരിക്കുന്നു എന്ന മനഃപൂർണത അല്ലെങ്കിൽ മനഃപൂർവത ഉണ്ടാകുന്ന സമയത്താണ് നിങ്ങൾക്ക് വസ്തുതാബോധങ്ങൾ ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകട്ടെ. അതിലേക്ക് ശ്രദ്ധ പോകട്ടെ. ആ ശ്രദ്ധ നിങ്ങളെ പൂർണ്ണമായ പ്രാപഞ്ചിക വിനിമയത്തിന്, അനുരൂപണത്തിന് യുക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.